ആ ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണ സംഘമായിരിക്കുന്നു. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP ആണ് അന്വേഷിക്കുക. അല്പസമയം മുൻപ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് സമാന്തരമായി വകുപ്പുതല അന്വേഷണം കൂടി വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. വിശദാംശങ്ങൾ ഹരിമോഹൻ നൽകും. ഹരി, ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിലുള്ളത്? ദിവ്യ, അന്വേഷണ സംഘത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ച് മേധാവി നേരിട്ട് തന്നെയാണ്. H. വെങ്കടേഷ് തന്നെയായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. പക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP ആണ്. ഈ അന്വേഷണ സംഘത്തിൽ കോഴിക്കോട്ടെ ക്രൈംബ്രാഞ്ച് ടീമംഗങ്ങൾ ഉണ്ടെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് അറിയാൻ കഴിഞ്ഞു. ഒപ്പം തന്നെ സൈബർ വിദഗ്ധരും ഇതിനകത്തുണ്ട്. സൈബർ ഓപ്പറേഷൻസിന്റെ ഭാഗമായി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടി ക്രൈംബ്രാഞ്ച് മേധാവി തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണം എത്രയും വേഗം ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് കേസ് രജിസ്റ്റർ ചെയ്യാതെയുള്ള അന്വേഷണം തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് പകൽ മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമായിരുന്നു ഈ കേസ് എടുക്കാതെയുള്ള അന്വേഷണം. ആ തരത്തിൽ തന്നെ തൽക്കാലം മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണ സംഘം ഉണ്ടാക്കിയിരിക്കുന്നതും പ്രാഥമിക അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നതും. ഇനി അതിവേഗത്തിൽ തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ MS സൊല്യൂഷൻ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യും. ഇന്നിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പറയുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു റിട്ടയർഡ് അധ്യാപകൻ, ആ റിട്ടയർഡ് അധ്യാപകനെ അടക്കം വിശദമായി ചോദ്യം ചെയ്തായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ സംഘമായിട്ടുണ്ട്. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP യുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം ആരംഭിക്കുകയും എത്രയും വേഗത്തിൽ തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നുള്ള നീക്കത്തോടു കൂടിയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണ സംഘമായിരിക്കുന്നു. ക്രൈംബ്രാഞ്ച് മേധാവി തന്നെയായിരിക്കും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. കോഴിക്കോട് ക്രൈംബ്രാഞ്ച് SP ആണ് അന്വേഷിക്കുക. വിവരങ്ങളാണ് ഹരിമോഹൻ നൽകിയത്.